ബ്ലഡിൽ കുളിച്ച് കിടക്കുകയായിരുന്നു ഞാൻ വന്നപ്പോൾ കാണുന്നത്. അതിന് ടൂ വീലറിൽ വന്നിട്ട് വെട്ടമടിച്ചുകൊണ്ട് ആളിൻ്റെ മുഖം വ്യക്തമായിട്ടില്ല. കൊല്ലത്തക്ക ശ്രമത്തിലുള്ള ഒരു പരിപാടിയാണ് നടന്നേക്കുന്നത്. പിന്നെ ആരാണ് ചെയ്തതെന്നോ എന്താണെന്നോ പുള്ളിക്ക് അറിയില്ല. ആൾ മാറി ചെയ്തതാണോ ഇനി ലഹരി വല്ല കഞ്ചാവോ എല്ലോ ഒക്കെ ഉപയോഗിച്ചിട്ട് വന്ന പിള്ളേരാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ഇതിന് കാരണക്കാരായാലും അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. വഴിയാത്രക്കാരനെ സ്കൂട്ടറിലെത്തിയ യുവാക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ കുത്തി പരിക്കേൽപ്പിച്ചു. കോട്ടയം ജില്ലയിലെ പായിപ്പാട് വെള്ളാപ്പള്ളിയിലാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഇത്തരമൊരു സംഭവം ഉണ്ടായത്. വള്ളവഞ്ചിറ സ്വദേശിയായിട്ടുള്ള സുനിൽ കുമാറിനാണ് നെഞ്ചിനും കഴുത്തിലുമടക്കം ഗുരുതരമായി തന്നെ കുത്തേറ്റത്. അദ്ദേഹത്തെ ആക്രമിച്ചത് കൂടാതെ അദ്ദേഹത്തിന്റെ ഫോണും ഈ അക്രമി സംഘം കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. ആരാണ് ആക്രമിച്ചതെന്ന് തനിക്കറിയില്ല എന്നുള്ളതാണ് സുനിൽകുമാർ പറയുന്നത്. ഈ അക്രമത്തിനിരയായിട്ടുള്ള ആ വ്യക്തി സുനിൽകുമാർ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ എൻ്റെ സുഹൃത്തിൻ്റെ അമ്മ മരിച്ചുപോയി രാത്രി. അതിൻ്റെ വിവരത്തെ തിരക്കാൻ വേണ്ടി ഞാൻ രാത്രി പോവുകയായിരുന്നു. കുളത്തിൻ്റെ അവിടെ വെച്ചായിരുന്നു. ആക്റ്റീവ് വന്ന് 2 പേര് എന്നെ ആക്രമിക്കുകയും കുത്തുകയും ശരീരം മൊത്തം ഇതിനുള്ള പ്രകോപനം എന്താണ് അത് എനിക്കറിയത്തില്ല. അത് കണ്ണോട്ട് വെട്ടമടിച്ചായിരുന്നു. ആക്റ്റീവ് വെട്ടമടിച്ചായിരുന്നു എന്നെ കുത്തുന്നു. ഇവരെ മുമ്പ് പരിചയമുള്ള ആളുകൾ വല്ലതും ആണോ? കണ്ടിട്ടില്ല. എത്ര പേരുണ്ടായിരുന്നു? 2 പേരായിരുന്നു. കുത്തുക ഇവിടെയുണ്ട്, നെഞ്ചിന് താഴെ, കടലിക്ക് ഇവിടെ, ഈ സൈഡ് ഇവിടെ എല്ലാം കുത്തിയതാണല്ലേ? ഇവിടെ എല്ലാം കുത്തിയതാണ്. എന്ത് ആയുധം ആണെന്ന് അറിയത്തില്ല. എല്ലാം അറിയത്തില്ല. നമ്മളോട് എന്തെങ്കിലും വിരോധമുള്ളവരോ അല്ല അങ്ങനെ ഈ സമീപകാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓ ഇല്ല, അറിയത്തില്ല ആരാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആരുമായിട്ടും ഇല്ല. എൻ്റെ ഫോണും അവർ കുത്തിപ്പൊട്ടിച്ചു. എന്നിട്ട് ഇവർ വണ്ടിയെടുത്ത് അപ്പം തന്നെ പോകുമായിരുന്നു? നേരം അവർ തന്നെ പോയി പിടിച്ചിട്ടിട്ട് വഴിയിട്ടിട്ട് ബ്ലഡ് ഒലിച്ച് ഞാൻ കിടക്കുമായിരുന്നു. അങ്ങനെയാണ് സുനിൽകുമാറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നല്ല ആഴത്തിലുള്ള മുറിവാണ് ചെവിക്ക് പിന്നിലായിട്ടുള്ളത്. അതുകൊണ്ട് പെടലിക്ക് നല്ല ആഴത്തിലുള്ള മുറിവുണ്ട്. ഒരു ഏകദേശം 8 സ്റ്റിച്ചോളം ഉണ്ട്. ചെവിക്ക് പുറകിൽ 6 സ്റ്റിച്ചുണ്ട്. പിന്നെ ഈ നെഞ്ചിൻ്റെ താഴെയായിട്ട് ഒരു നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ഹോള് അമക്കി കുത്തിയ ഒരു പേന ടൈപ്പ് കത്തി എന്ന രീതിയിൽ തോന്നിക്കാവുന്ന ഇത് ഉപയോഗിച്ചുള്ള ഒരു ഇതാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞ നാളെ സർജനെ കാണണം. ചെവിയുടെ പുറകുള്ള മുറി ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് ആണ്. അതുകൊണ്ട് നാളെ സർജനെ കണ്ടിട്ട് ബാക്കി ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ബ്ലഡ് പോയി. ഇവിടെ ആ റൂമിനകത്തും എല്ലാം ഒത്തിരി ബ്ലഡായിരുന്നു. ബ്ലഡിൽ കുളിച്ച് കിടക്കുകയായിരുന്നു ഞാൻ വന്നപ്പോൾ കാണുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും വന്ന് നോക്കിയപ്പോൾ ബ്ലഡിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ അവനെ എടുത്ത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ഇന്നലെ രാത്രിയിലാണ് സംഭവിച്ചത്. ആൾ ആരാണെന്ന് അറിയത്തില്ലെന്നാണ് പറയുന്നത്. അതിന് ടൂ വീലറിൽ വന്നിട്ട് വെട്ടമടിച്ചുകൊണ്ട് ആളിൻ്റെ മുഖം വ്യക്തമായിട്ടില്ല. ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പം അതിനായിട്ട് പോയതായിരുന്നു ആൾ. അപ്പം പോകുന്ന വഴിക്ക് കുളത്തിൻ്റെ സമീപത്ത് വെച്ചിട്ട് ഒരു ബൈക്ക് സ്കൂട്ടർ എന്തോ ഓപ്പോസിറ്റ് വന്നു. ലൈറ്റ് കണ്ണിലോട്ടടിച്ചു. ആൾ വട്ടം മാറ്റാനോ എന്തോ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഇവർ ഇറങ്ങി വന്നിട്ട് എന്തോ എന്തോ നെഞ്ചത്ത് കുത്തിയിട്ടുണ്ട്. ചന്തച്ചിട്ട് ഹോളുണ്ട്. പിന്നെ പെടലിക്കും ഉണ്ട്, കഴുത്തിനും ഉണ്ട്. ഗുരുതരമെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തക്ക ശ്രമത്തിലുള്ള ഒരു പരിപാടിയാണ് നടന്നേക്കുന്നത്. പിന്നെ ആരാണ് ചെയ്തതെന്നോ എന്താണെന്നോ പുള്ളിക്ക് അറിയില്ല. അവരെ മുൻപരിചയമില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ആർക്കും അങ്ങനെ ഒരു ശത്രുതയുള്ള കാര്യം എനിക്ക് അറിയത്തുമില്ല. ഇത്രയും നാളായിട്ട് ഒരു വിരോധവും ഇല്ല. ഇങ്ങനെ ഇതായിട്ട് തോന്നുന്നു, പണിക്ക് പോകുന്നു, വീട്ടിൽ വരുന്നു, അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ആരോടും ഒരു ദ്രോഹമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ആരോടും ഒരു വഴക്കിനോ അങ്ങനത്തെ പോകുന്ന ഒരു ആളല്ല. ആൾ മാറി ചെയ്തതാണോ ഇനി ലഹരി വല്ല കഞ്ചാവോ എല്ലോ ഒക്കെ ഉപയോഗിച്ചിട്ട് വന്ന പിള്ളേരാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. നല്ല രീതിക്ക് പരിക്കുണ്ട്. എന്തോ ഭാഗ്യത്തിനാണ് മരിച്ചു പോകാത്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൃക്കുത്താനം പോലീസുകാർ വന്ന് അന്വേഷിക്കുകയും വന്നെടുത്ത് കുറേ പ്രാവശ്യം വന്ന് തിരക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പാവം പിടിച്ചവന് ഇന്ന് നാളെ വരെ ആർക്കും ഒരു ഉപദ്രവമോ അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിന് കാരണക്കാരായാലും അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത്രയേ ഉള്ളൂ. ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സുനിൽകുമാറിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ ഇന്നലെ രാത്രിയിൽ മരണപ്പെട്ടു. അതറിഞ്ഞുകൊണ്ട് തൊട്ട് സമീപത്തുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹം നടന്നു പോയതാണ്. ആ സമയത്താണ് എതിർദിശയിൽ വന്ന ഒരു ആക്റ്റീവ വാഹനം സമീപത്തേക്ക് കൊണ്ട് നിർത്തുകയും മുഖത്തേക്ക് തന്നെ ലൈറ്റ് ഓണാക്കി വെക്കുകയും ചെയ്തു. ഈ സമയത്ത് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണമെന്ന് മാത്രമാണ് ഇദ്ദേഹം പറഞ്ഞത്. ആ ഒരു പ്രകോപനത്തിൽ ആ വാഹനത്തിൽ വന്ന യുവാക്കൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ഇദ്ദേഹത്തെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. നെഞ്ചിലും കഴുത്തിനും അടക്കം അദ്ദേഹത്തിന് ഗുരുതരമായി തന്നെ മുറിവേറ്റിട്ടുണ്ട്. എന്താണെങ്കിലും ഈ സംഭവത്തിന് പിന്നിലുള്ളത് ആരാണെന്നുള്ളത് വ്യക്തമല്ല. അവരെ മുൻപരിചയമില്ല, കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സുനിൽകുമാർ പറയുന്നത്. പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് സുനിൽകുമാറിനും ഈ നാട്ടുകാർക്കും പറയാനുള്ളത്. കോട്ടയം പായിപ്പാട് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.